Hi friends, എല്ലാവർക്കും പിന്നക്കൾ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് ഇയറിലെ മോഡൽ എക്സാമിൻ്റെ ഒരു ലെക്ചർ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് നോക്കാം. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിയാൽ മതി. നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മറ്റ് 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് Find the ratio in which the line segment joining the points 2, 4, -3 and -3, 5, 4 is divided by xy plane. Second question പറയുന്നത് hence find the coordinate of the point. ക്വസ്റ്റ്യൻ എന്നിട്ട് വായിച്ചു നോക്കുക, അതിനുശേഷം മാത്രം ആൻസറിലേക്ക് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒന്നുകൂടെ വായിക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത് ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച്. നമുക്ക് കണ്ടുപിടിക്കുന്ന സാധനം റേഷ്യോ ആണ്. അപ്പോൾ ഓരോ പോയിന്റും വെച്ച് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെന്റ് ജോയിങ് ദ പോയിന്റ്. അതായത് ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ജോയിൻ ചെയ്യുന്ന പോയിന്റ് എണ്ണം തന്നേപ്പോണ്ട് ഏതൊക്കെയാണ് 2, 4, -3 -3, 5, 4 രണ്ട് പോയിന്റ് തന്നേപ്പോണ്ട് ഈസ് ഡിവൈഡ് ബൈ XY പ്ലെയിൻ. അത് XY പ്ലെയിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ആ പോയിന്റ് നോക്കിയിട്ട് എഴുതാം. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിന്റ് ഇതൊക്കെയാണ് 2, 4, -3 ഫസ്റ്റ് പോയിന്റ് ഇതാണ്. അല്ല, അതിൻ്റെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് -3, 5, 4 ആണ്. -3, 5, 4. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ്, ആ ലൈൻ സെഗ്മെന്റിന്റെ എൻഡിലുള്ള 2 പോയിന്റ്സ് കുറിച്ച് പറയുന്നുണ്ട്. 2, 4, -3 -3, 5, 4 2 പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ പോയിന്റ് തമ്മിൽ ചേരുന്ന ഒരു ലൈൻ എന്തിനെ കട്ട് ചെയ്യുന്നുണ്ട്? XY പ്ലെയിനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ റേഷ്യോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഒരു സാധനം XY പ്ലെയിനെയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ Z ആക്സിസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഏത് പ്ലെയിനാണോ കട്ട് ചെയ്യുന്നത് നോക്കുക. ഇപ്പോൾ XY പ്ലെയിൻ ആണെങ്കിൽ, XY പ്ലെയിൻ ആണെങ്കിൽ അവിടുത്തെ ഇസഡ് എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. ഇനി അത് XZ ആണെങ്കിൽ Y എന്ന് പറയുന്നത് 0 ആയിരിക്കും. XY നമ്മൾ എഴുതല്ലോ. ഇനി അടുത്ത് YZ ആണെങ്കിൽ X എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. ആ പറയുന്ന പ്ലെയിനകത്ത് ഏതാണോ ഇല്ലാത്തത്, നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രിയാണ്. അപ്പോൾ X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്. അപ്പോൾ ഏത് ആക്സിനെ കുറിച്ചാണ് അവരത് പറയാത്തത്? ആക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിവിടെ പറഞ്ഞേക്കുന്നത് XY പ്ലെയിനെ കട്ട് ചെയ്യുമെന്ന്. അപ്പോൾ അവിടുത്തെ Z ആക്സ് എന്ന് പറയുന്നതായിരിക്കും 0 ആയിരിക്കും. സോ ദ കോർഡിനേറ്റ് ഈസ് X, Y, 0 ആണല്ലോ, സംശയങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന സാധനം എന്താണ്? റേഷ്യോ ആണ്. റേഷ്യോയെ കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ റേഷ്യോ നമ്മൾ വിളിക്കേണ്ടത് എങ്ങനെയാണ്? K:1 എന്ന് വിളിക്കാം. അപ്പം അതിന് സംശയം എന്ന് തോന്നുന്നു. നമുക്ക് പറഞ്ഞ കാര്യത്തിൽ ലൈൻ സെഗ്മെന്റ് ഡിവൈഡ് ചെയ്യുന്ന XY പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നു. XY പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് ആണ് X, Y, 0 എന്ന് പറയുന്നത്. നമുക്ക് റേഷ്യോ ഒന്നും തരാത്ത സാഹചര്യത്തിൽ, ഇല്ലാത്ത സാഹചര്യം നമ്മൾ എന്ത് വിളിക്കുക? K:1 എന്ന് വിളിക്കുക. ദെൻ ഈ ലൈനെ ഈ K:1 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോർഡിനേറ്റ് അല്ലേ X, Y, 0 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ സെക്ഷൻ ഫോർമുല അറിയാം. സെക്ഷൻ ഫോർമുല എന്തോ പറയുന്നത്? mx2 + nx1 ഡിവൈഡഡ് ബൈ m + n, my2 + ny1 by m + n, mz2 + nz1 divided by m + n എന്ന് പറയുന്നത് ഇവിടുത്തെ എന്തിന് ഈക്വൽ ആയിരിക്കും? XY പ്ലെയിനിലെ കോർഡിനേറ്റിന് ഈക്വൽ ആയിരിക്കും. XY പ്ലെയിനിലെ കോർഡിനേറ്റ് ഏതാണ്? X, Y, 0 ഇതിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ അത്രയും മനസ്സിലാക്കി വരുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട K:1 എന്ന റേഷ്യോ അല്ലേ. സോ ഇതിന് ഒരു സാധനം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വിൽ ബി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് വെച്ചാൽ ഒരു കോർഡിനേറ്റ് ആണ് പറയുന്നത്. കോർഡിനേറ്റ് ആണ്, ട്രിപ്ലറ്റ് ആണ് കോർഡിനേറ്റ് ആണ് പറയുന്നെങ്കിൽ ഇവിടുത്തെ ഓരോ ആക്സിസും, ഇത് X ആക്സിസ് റെപ്രസെന്റ്, ഈ സാധനം ഇവിടുത്തെ Xന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? Yക്ക് ഈക്വൽ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ 0ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ X വഴി നമുക്ക് പോയിന്റ് അറിയത്തില്ല, ആകെ അറിയാവുന്ന 0 ഒറ്റ വാല്യൂ ആണ്. അപ്പം ഇസഡിന് എന്തോ ഡിക്വേറ്റ് ചെയ്യുക? 0 ഡിക്വേറ്റ് നമുക്ക് എന്ത് കിട്ടും? വാല്യൂ കിട്ടും. അപ്പോൾ എങ്ങനെ കിട്ടാം? അങ്ങനെ എഴുതാം നമുക്ക് mx2 mx2 അല്ല mz2 + nz1 ഡിവൈഡഡ് ബൈ m + n ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ലെഫ്റ്റ് ആൻസർ റൈറ്റ് ആൻസർ ഈക്വൽ ആണെന്നതും 0 ആയിരിക്കും. ഇനി ഇതിനെല്ലാം വാല്യൂ കൊടുക്കാം. m എന്ന് വെച്ചാൽ K:1 ഈക്വൽ അല്ലേ. m എന്ന് വെച്ചാൽ Kയും n എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പം K × Z2 എത്രയാണ്? 4 ആണ്. K × 4 + n എന്ന് വെച്ചാൽ 1, അപ്പോൾ 1 × -3 1 × -3 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? K + 1 എന്ന് കിട്ടും ഈക്വൽ ടു 0. ഈ K + 1 ഇപ്പുറത്തോണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ എങ്ങനെ കിട്ടും? ഇത് 4 × K 4K ആവും. ഇത് 1 × -3 -3 ആവും. വിൽ ബി ഈക്വൽ ടു 0 × K + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ 4K - 3 ഈക്വൽ ടു 0. സോ 4K ഈക്വൽ ടു 3 എന്ന് കിട്ടും. K ഈക്വൽ ടു എന്താണ്? 3/4. അപ്പോൾ K എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ്. ഈ K നമുക്ക് എഴുതാം K/1 എഴുതി കൂടെ. നമ്മളൊരു റേഷ്യോ എഴുതുന്ന എങ്ങനെയാണ്? ഡിവിഷൻ ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ K/1 എന്ന് വെച്ചാൽ എന്താണ്? K:1 ആണ്. വിൽ ബി ഈക്വൽ ടു 3:4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
ആ പറഞ്ഞ രണ്ട് സെഗ്മെൻറ്റ് വെച്ച് കട്ട് ചെയ്യുന്ന പോയിന്റ് എക്സ് വൈ പ്ലെയിനെ കട്ട് ചെയ്ത് അതിൻ്റെ റേഷ്യോ കിട്ടി എന്താണ് 3:4 ആണ് അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് റേഷ്യോ അല്ലെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ റേഷ്യോ സാധനം തന്നിട്ടില്ല എങ്കിൽ എന്തെന്ന് വിളിച്ചേക്കണം K:1 എന്ന് വിളിച്ചേക്കണം. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത് അത് എക്സ് വൈ പ്ലെയിനിൽ കട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ ഇസഡ് ആക്സിസ് എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഹെൻസ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്. അതായത് ഈ കട്ട് ചെയ്യുന്ന ആ പോയിന്റ് എന്നൊരു കോർഡിനേറ്റ് ഉണ്ടാവുമല്ലോ, ആ കോർഡിനേറ്റ് രണ്ട് കോർഡിനേറ്റ് ഉണ്ട്. എന്തുകൊണ്ട് എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അതായത് mx2 + nx1 / m+n എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ. ഇങ്ങനെ വരും mx2 + nx1 / m+n എന്ന് പറയുന്നത് ഏത് കോർഡിനേറ്റിന്? എക്സ് കോർഡിനേറ്റിന് ഈക്വൽ ആയിരിക്കും. ഇനി എമ്മും എൻ എന്ന് പറയുന്നത് K:1 അല്ല, നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചെന്ത് 3:4. അപ്പോൾ 3ഉം 4ഉം ആയിരിക്കും അവിടുത്തെ എമ്മും എന്നും എന്ന് പറയുന്നത്. സോ വിൽ ബി ഈക്വൽ ടു എം എത്ര ആയിരിക്കും? 3 അല്ലേ. അപ്പോൾ 3 × x2 നോക്ക് x2 എത്രയാണ്? -3 പ്ലസ് n എത്രയാണ്? 4. അപ്പോൾ 4 × x1 എത്ര നോക്ക് 2 ഡിവൈഡഡ് ബൈ m+n 3 + 4 വിൽ ബി ഈക്വൽ ടു 3 × -3 എത്രയാണ്? -9 പ്ലസ് 4 × 2 8 ഡിവൈഡഡ് ബൈ 4 + 3 എത്ര? 7 -1/7 എന്ന് കിട്ടും. അടുത്ത y കോർഡിനേറ്റ് ആണ്. ഇക്വേഷൻ എന്താണ്? my2 + ny1 ഡിവൈഡഡ് ബൈ m+n ആണ് അതിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. 3 × y2 ഇക്വേഷൻ എത്രയാണ്? 5 ആണ് പ്ലസ് 1 × y1 ഇക്വേഷൻ എത്രയാണ്? 4 ആണ് ഡിവൈഡഡ് ബൈ 3 + 4 5 × 3 എത്ര കിട്ടും? 15 കിട്ടും പ്ലസ് 1 × 4 എത്ര കിട്ടും? 4 വരും ഡിവൈഡ് ബൈ 7 വരും. my2 + 3 × 5 പ്ലസ് എന്ന് വെച്ചാൽ 1 അല്ല, എന്ന് വെച്ചാൽ 4 ആണ്. സോറി കേട്ടോ, 4 × 4 എത്ര കിട്ടുന്നത്? 16 ആണ് കിട്ടുന്നത് കേട്ടോ. 11 31 ഡിവൈഡ് ബൈ 7. അപ്പോൾ എക്സ് കോർഡിനേറ്റും കിട്ടി വൈ കോർഡിനേറ്റും കിട്ടി. ഇതൊക്കെയാണ് -1/7 31/7. നമുക്കിനി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് cos x ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അതായത് നമുക്ക് ഡെറിവേറ്റീവ് രണ്ട് രീതിയിൽ കാണാം. ഒന്ന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചും ഡെറിവേറ്റീവ് കാണാം, രണ്ടാമത്തെ വെച്ച് ഇക്വേഷൻ വെച്ച് എന്ത് കാണാം? ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ഡെറിവേറ്റീവ് കാണാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. ഈ രീതിയിലാണ് ചോദിക്കുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് cos x ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് കാണാൻ ചോദിച്ചിരിക്കുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തരുന്ന സാധനം എന്താണോ, തരുന്ന ഫംഗ്ഷൻ എന്താണോ അതെന്തായിരിക്കും? f(x) ആയിരിക്കും. ഓക്കെ, f(x) എന്ന് പറയുന്ന ആയിരിക്കും തന്ന ഫംഗ്ഷൻ ഈസ് cos x. അപ്പോൾ cos x എന്ന് പറയുന്നത് എന്തായിരിക്കും? തന്നേക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഈസ് f(x) ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? f(x + h) വേണം. വിൽ ബി ഈക്വൽ എന്ത് കിട്ടും? ഇവിടെ f ഓഫിനകത്ത് x വന്നപ്പോൾ എന്ത് വന്ന്? cos x എന്ന് വന്നാൽ x + h വരുമ്പോൾ എന്ത് വരും? cos x + h എന്നല്ലേ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യം സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണോ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത് അതെന്തായിരിക്കും? f(x) ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത് എന്ത് വേണം? f(x + h) വേണം. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഫസ്റ്റ് പ്രിൻസിപ്പൽ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. നമ്മൾ ഡെറിവേറ്റീവ് ആണ് സിമ്പിൾ എന്താണ്? f(x) ആണ്. f(x) ഈക്വൽ ടു ലിമിറ്റ് h → 0 f(x + h - f(x) ഡിവൈഡഡ് ബൈ h. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഒരിക്കലും മറന്നുപോലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും ഇക്വേഷൻ എഴുതി ഇരിക്കണം, കാരണം ഇതിന് മാർക്കുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. f(x) ഈക്വൽ ടു ലിമിറ്റ് h → 0 f(x + h - f(x) ഡിവൈഡ് ബൈ h. അപ്പം ഇവിടുത്തെ ഇക്വേഷൻ അത് എന്തുണ്ട്? f(x + h) എന്നൊരു വേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടേം ഉണ്ട്. അതിന് വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? f(x + h) കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക? അതെല്ലാം എടുത്ത് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. will be equal to limit h tends to 0 f(x + h) ന്റെ വാല്യൂ എന്താണ്? cos x + h ആണ് മൈനസ് f(x) ന്റെ വാല്യൂ എന്താണ്? cos x ആണ് ഡിവൈഡ് ബൈ എന്ത് വരും? h എന്ന് വരും. h tends to 0 എന്ന് വെച്ചാൽ h ന് പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക എന്ന് പറയുമ്പോൾ ആദ്യം അങ്ങ് h ന് 0 എടുത്ത് കൊടുക്കരുത്. നമുക്ക് നോട്ട് ഡിഫൈൻഡ് കിട്ടും. നമുക്ക് അതല്ല ആൻസർ വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം വെച്ചാൽ cos x + h - cos x എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ എവിടെ പഠിക്കുന്നതാണ്? നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ആ ചാപ്റ്ററുള്ള അത്യാവശ്യമാണ്. ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന ഇക്വേഷൻ ഉണ്ട് cos a - cos b. എന്താണ്? cos a - cos b will be equal to -2 sin a + b divided by 2 sin a - b divided by 2. അപ്പം ഈ ഒരു എക്സ്പാൻഷൻ നമുക്ക് ആവശ്യമുണ്ട് അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ലിമിറ്റ്സ്, നമ്മുടെ ചാപ്റ്ററായ ലിമിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് പഠിക്കാൻ നേരത്ത് ട്രിഗണോമെട്രിയും ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് ഇഗ്നോർ ചെയ്ത് കളയാതെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫോം എന്താ? cos a - cos b ഫോം അല്ലേ? ഇക്വേഷൻ എന്താണ്? -2 sin a + b by 2 sin a - b by 2. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കും. ലിമിറ്റ് h tends to 0 cos x + h - cos x എങ്ങനെ വരും? -2 sin എയുടെ സ്ഥാനത്ത് നടക്കുന്ന x + h. അപ്പോൾ എന്ത് വരും? x + h + x
ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 അതായത് എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 പിന്നെ എന്തുകൊണ്ട് ദ ഹോൾ ഡിവൈഡ് ബൈ എച്ച് കൊണ്ട് ഓക്കെ ആണല്ലോ വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 2 സൈൻ ഈ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് നോക്കി എത്ര എക്സ് ഉണ്ട് ഒരു എക്സ് ഉണ്ട് ഒരു എക്സ് എത്ര എക്സ് ആയി 2 എക്സ് ആയില്ലേ അപ്പം 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 എന്ന് വരും ഇൻറ്റു ഈ എക്സും എന്തും കട്ട് ചെയ്ത് പോകും മൈനസ് എക്സും കട്ട് ചെയ്ത് പോകും പിന്നെ എന്തുവാ ഇൻറ്റു സൈൻ എച്ച് ഡിവൈഡ് ബൈ 2 എന്ന് വരും പിന്നെ എന്താണ് അത് ഹോൾ ഡിവൈഡ് ബൈ എന്തുകൊണ്ട് എച്ച് കൊണ്ട് then will be equal to limit h tends to 0 minus 2 sin will be equal to limit h tends to 0 ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു sin h by 2 ഇല്ലേ അതിൻ്റെ താഴെ ഒരു h by 2 കൂടെ വന്നാൽ അതായത് നമ്മളൊരു ഇക്വേഷൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 sin x ഡിവൈഡ് ബൈ എക്സ് എന്ന് വെച്ചാൽ ഉത്തരം 1 ആണ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് ലിമിറ്റിനകത്ത് സോ അതിലോട്ട് എത്തിക്കാൻ വേണ്ടി ഇവിടെ sin h by 2 ഉണ്ട് അപ്പോൾ താഴെ ഒരു h by 2 കൂടെ വന്നാൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും 1 ആക്കി മാറ്റാൻ സാധിക്കും സൈൻ്റെ കൂടെ വന്നേക്കുന്ന എക്സ് തന്നെ ഡിനോമിനേറ്റർ വരുവാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും 1 ആയിരിക്കും സോ ഇവിടെ സൈൻ്റെ കൂടെ വന്നേക്കുന്ന എച്ച് ബൈ 2 ആയതുകൊണ്ട് താഴത്ത് ഈ എച്ചിൻ്റെ കൂടെ എന്ത് വരാം ഒരു ബൈ 2 കൊണ്ടുവരാം അതിന് വേണ്ടി ഇതേ മുകളിലൊരു 2 ഉണ്ട് ആ 2 നേരെ പൊക്കി ഇവിടെ കൊണ്ടുവരാം താഴെ കൊണ്ടുവരാം അപ്പോൾ എങ്ങനെ കിട്ടും മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എന്ത് വരും എച്ച് ബൈ 2 എന്ന് വരും മോളിൽ എന്ത് ചെയ്തേക്കുക മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേക്കുക അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്ന സാധനം ഒന്നെങ്കിൽ ഫസ്റ്റ് ടൈമിന് അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിനെ കൊടുത്താൽ മതി ഇനി ന്യൂമറേറ്റർ കിടക്കുന്ന ടൈം പ്ലസ്സോ നെഗറ്റീവോ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ രണ്ട് ടൈമിനും ബാധകമായിട്ട് വരുന്നത് ഇനി അവിടെ കിടക്കുന്ന ഇൻറ്റു ആണ് എങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് ടൈമിന് കൊടുക്കുക അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിന് കൊടുക്കുക നമ്മളിവിടെ കൊടുക്കാമോ സെക്കൻഡ് ടൈമിന് കാരണം നമുക്കൊരു ഐഡൻറ്റിറ്റി ഇങ്ങനെ അറിയാവുന്നത് കൊണ്ട് എന്തിനു കൊടുക്കുന്നു സെക്കൻഡ് ടൈമിന് കൊടുക്കുന്നു അപ്പം then will be equal എന്ത് കിട്ടും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഫസ്റ്റ് ടൈമിലുള്ള എന്താണ് മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ഇൻറ്റു എന്ത് വരും സൈൻ എച്ച് ബൈ 2 ഡിവൈഡ് ബൈ എച്ച് ബൈ 2 എന്ന് വരും അപ്പോൾ ഇൻറ്റു ആണ് വന്നേക്കുന്നത് സോ ലിമിറ്റ് എന്ത് ചെയ്യാം ഫസ്റ്റ് ടൈമിനും കൊടുക്കാം സെക്കൻഡ് ടൈമിനും കൊടുക്കാം then will be equal to എങ്ങനെ വരും ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എച്ച് ബൈ 2 ഡിവൈഡ് ബൈ എച്ച് ബൈ 2 ഓക്കെ നോക്കിയാൽ മതി നമ്മളൊരു ഐഡൻറ്റിറ്റി ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് ഈക്വൽ ടു 1 ആണ് അതായത് സൈൻ്റെ കൂടെ വരുന്ന വേരിയബിൾ എന്താണോ ആ വേരിയബിൾ തന്നെ എവിടെ വരണം ഡിനോമിനേറ്റർ വരികയും വേണം ആ ടൈം എങ്ങോട്ട് ടെൻസ് ചെയ്യുകയും വേണം 0ലേക്ക് ടെൻസ് ചെയ്യും വേണം സോ ഇവിടുത്തെ എച്ച് നമുക്ക് എന്ത് കൊടുക്കാം എച്ച് ബൈ 2 ടെൻസ് ടു 0 എന്ന് അപ്ലൈ ചെയ്യാം അങ്ങനെ കൊടുത്തില്ല എങ്കിൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിരിക്കും അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും 1 എന്ന് കിട്ടും ബാക്കി എന്തോളം ഇനി ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് സൈൻ 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് കിട്ടും ഇനി നമുക്കിവിടെ അറേഞ്ച് ചെയ്യാനോ ഏതെങ്കിലും ഇക്വേഷനോ ആപ്ലിക്കബിൾ ആയിട്ട് ഐഡൻറ്റിറ്റി ഒന്നും കൊടുക്കാണ്ടില്ല സോ എന്ത് ചെയ്യാം എച്ചിന് പകരം 0 അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്ത് കിട്ടും അപ്പോൾ നിങ്ങൾ എവിടെയാണോ നമുക്കൊരു ലിമിറ്റ് എഴുതുന്നതാണ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്നാണ് അതായത് എച്ചിന് പകരം എന്ത് കൊടുക്കാനാണ് 0 കൊടുക്കാനാണ് അപ്പോൾ എവിടെ വെച്ചാണോ എച്ചിന് പകരം എന്ത് കൊടുക്കുന്നത് 0 കൊടുക്കുന്നത് ആ സാഹചര്യം വരെ എന്ത് എഴുതിക്കൊണ്ടിരിക്കണം ഈ ലിമിറ്റ് എച്ച് ടെൻസ് 0 എഴുതിക്കൊണ്ടിരിക്കണം നമ്മളിവിടെ ചില കൊടുക്കാമെന്ന് അപ്പോൾ ഇവിടെ മാറ്റിക്കളയുക മൈനസ് സൈൻ 2x പ്ലസ് 0 ഡിവൈഡ് ബൈ 2 എന്ന് വരും വിൽ ബി ഈക്വൽ ടു മൈനസ് സൈൻ 2x ഡിവൈഡ് ബൈ 2 വെട്ടിപ്പോൾ എന്ത് കിട്ടും തരാം മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും ആൻസർ ഓക്കെ മൈനസ് സൈൻ 2x പ്ലസ് 0 ഡിവൈഡ് ബൈ 2 മൈനസ് സൈൻ 2x പ്ലസ് 0 2x ആണ് 2 ഇൻറ്റു കണ്ടി എന്ത് കിട്ടും മൈനസ് സൈൻ എക്സ് അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ എക്സ് ആണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിച്ച് നോക്കുക നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആയുള്ള കോസ് എക്സ് മാത്രമല്ല സൈൻ എക്സ് കാണാനുണ്ട് ടാൻ എക്സ് ഉണ്ട് കോട്ട് ഉണ്ട് കൊസീക്ക് ഉണ്ട് സീക്ക് ഉണ്ട് ബാക്കിയുള്ള 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ഒഴിച്ചുള്ള ബാക്കി 5 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എല്ലാം നോക്കിക്കോണം അതിൽ ഏത് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള 3 മാർക്കിന് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച് ഇത് മാത്രമല്ല ഇപ്പോൾ ഈ കോസും സൈനും ടാനൊക്കെയാണ് വരുന്നത് ട്രിഗണോമെട്രി ആവശ്യമുണ്ട് ഇതുപോലെ ഐഡൻറ്റിറ്റി ആവശ്യമുണ്ട് അപ്പോൾ ഐഡൻറ്റിറ്റി മനസ്സിലാക്കി വെക്കുക ലിമിറ്റ് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് ഇതുപോലെ വരുന്ന ഇക്വേഷൻസ് ഉണ്ട് ആ ഇക്വേഷൻസും നോക്കി വെച്ചതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അത് മാത്രമല്ല ഈ ട്രിഗണോമെട്രി മാത്രം നോക്കിക്കൊണ്ട് പോലും ഫസ്റ്റ് പ്രിൻസിപ്പിൾ അത് 1/x 1/x² അങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് അതെല്ലാം നോക്കിക്കൊണ്ടേ പോകാവുള്ളൂ നമുക്കിനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞത് കോസ് എക്സിൻ ഡെറിവേറ്റീവ് ആണ് എന്ത് വെച്ചാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് പക്ഷേ ഇവിടെ പറഞ്ഞത് അങ്ങനെയല്ല ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ബോഡി ചെയ്തപ്പോൾ ഉണ്ട് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് സൈൻ എക്സിൻ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് കണ്ടുപിടിക്കണം അവിടെ നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇക്വേഷൻ അല്ല നമ്മൾ എല്ലാ പറയുന്ന ഇക്വേഷൻ ഉണ്ട് അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ തരുന്ന സാധനം എന്താ ഫംഗ്ഷനാണ്
എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് തരുന്നതെല്ലാം. അപ്പോൾ എഫ് ഓഫ് എക്സിന് നമുക്ക് വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ കൊണ്ടും റെപ്രസെൻറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സിനെ വൈ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. സോ അതുകൊണ്ട് വൈ ഈക്വൽ എന്ന് എടുത്ത് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 + sin x എടുത്ത്. അപ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ആണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഡി വൈ ഡിവൈഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് പറയുന്ന അവിടെ അവർ പറയുന്ന കാര്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത്. സോ അതാണ് എന്ത് പറയുന്നത്, ഡി വൈ ബൈ ഡി എക്സ് വന്നേക്കുന്നത്. വിൽ ബി ഈക്വൽ ടു എങ്ങനെ ഡെറിവേറ്റീവ് കാണുന്നത് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കോഷ്യന്റ് ഫോമാണ്. അതായത് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്നൊരു ഫോമാണ് എഴുതി വെച്ചേക്കുന്നത്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ് എന്നൊരു ഫോം നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. സോ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, കോഷ്യന്റ് റൂളാണ് പറയുന്നത്. കോഷ്യന്റ് റൂൾ കണ്ടുപിടിക്കുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ്, ഡിനോമിനേറ്റർ ഇൻറ്റു 1 + sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വിൽ ബി ഈക്വൽ ടു 1 + sin x ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് sin x ആണ്. നമ്മൾ മറ്റേ ക്വസ്റ്റ്യൻ അത് ചെയ്തതായിരുന്നു ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച്. ഓക്കെ, മൈനസ് കോസ് എക്സ് ഇൻറ്റു ആദ്യമേ ഇത് 1 + sin x ആണ്. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവും കാണണം, sin x ഡെറിവേറ്റീവ് കാണണം. 1ൻ്റെ ഡെറിവേറ്റീവ് വെച്ചാൽ 0 ആണ്, sin x ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്. നമ്മൾ ഇക്വേഷനൊക്കെ പഠിക്കുകയാണ് കേട്ടോ. ഡിവൈഡ് ബൈ എന്ത് വരും, 1 + sin x ദ ഹോൾ സ്ക്വയർ എന്ന് വരും. വിൽ ബി ഈക്വൽ, ഈ മൈനസ് sin x അകത്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, മൈനസ് sin x. അടുത്ത എന്ത് വരും, മൈനസ് sin square x മൈനസ് ഈ 0 അങ്ങ് പോയില്ലേ, ബാക്കി കോസ് എക്സ്. അപ്പോൾ കോസ് എക്സിൻ്റെ കോസ് എക്സ് എന്ത് കിട്ടും, കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഡിവൈഡ് ബൈ എന്ത് വരും, 1 + sin x ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ വിൽ ബി ഈക്വൽ ടു മൈനസ് സൈൻ. നമുക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യാം. അതിന് വേണ്ടി ഇവിടുന്ന് ഒരു നെഗറ്റീവിനെ കോമ എടുക്കാം. സോ ബ്രാക്കറ്റിനകത്ത് എന്ത് വരും, sin square x പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നെഗറ്റീവിനെ കോമ എടുത്താൽ വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, 1 + sin x ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ വിൽ ബി ഈക്വൽ, നോക്കിയേ, sin square x പ്ലസ് കോസ് സ്ക്വയർ എക്സ് നമ്മൾ എവിടെ പഠിക്കുന്നതാണ്, ട്രിഗണോമെട്രിക്കകത്ത് പഠിക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. sin square x പ്ലസ് കോസ് സ്ക്വയർ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും ഉത്തരം, മൈനസ് sin x മൈനസ് 1 ഡിവൈഡ് ബൈ 1 + sin x ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. വിൽ ബി ഈക്വൽ, ഈ രണ്ടും എന്തിനാ കോമൺ എടുക്കുക, നെഗറ്റീവിനെ കോമൺ എടുക്കുക. ബ്രാക്കറ്റ് എന്ത് വരും, ഫസ്റ്റ് നമുക്ക് 1 എഴുതാം. അപ്പോൾ ഇങ്ങനെ വരും 1 + sin x എന്ന് വരും അല്ലേ, നെഗറ്റീവ് കോമൺ എടുക്കുമ്പോൾ. ഡിവൈഡ് ബൈ എന്ത് കിട്ടും, 1 + sin x ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഈ ഒരു ടേമും ഒരെണ്ണം ചെയ്യും കട്ട് ചെയ്ത് പോകും. ബാക്കി എന്ത് കിട്ടും ഉത്തരം, -1 ഡിവൈഡ് ബൈ 1 + sin x എന്ന് കിട്ടും ആൻസർ. സോ ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന വരുന്നു. നമ്മൾ എന്താണ് കോഷ്യൻ റൂളിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ദെൻ ഒന്ന് അറേഞ്ച് ചെയ്തു. നെഗറ്റീവിനെ കോമൺ എടുത്ത് ഒരു ഐഡന്റിറ്റി കിട്ടി. അതുപോലെ 1 കൊടുത്തു. വീണ്ടും നെഗറ്റീവിനെ കോമൺ എടുത്ത് എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് അവസാനം ഉത്തരം എന്താണ്, -1 ഡിവൈഡ് ബൈ 1 + sin x ആണ്. അപ്പോൾ നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒരു 4 ഫിഗർ നമുക്ക് വന്നേക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. അവിടെ 3 ക്വസ്റ്റ്യൻ പറഞ്ഞേപ്പുണ്ട്. ആദ്യത്തെ രണ്ടെണ്ണത്തിന് ഓരോ മാർക്ക് വെച്ചും അടുത്തതിന് 2 മാർക്ക്, 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 ഫിഗർ നമ്മുടെ ബോഡി വരച്ചിട്ടേപ്പുണ്ട്, 4 ഫിഗറും. ഇനി നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, വിച്ച് ഓഫ് ദ എബോവ് ഗ്രാഫ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഗ്രാഫ് ഏതാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തല്ല, എന്തിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എന്തിനെയല്ല ഫംഗ്ഷൻ എന്ന് പറയാത്തത്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമ്മൾ ആദ്യം പഠിക്കണം, റിലേഷനും ഉണ്ട് ഫംഗ്ഷനും ഉണ്ട്. അപ്പം എല്ലാ റിലേഷൻസും എന്തല്ല, ഫംഗ്ഷൻസ് അല്ല. പക്ഷേ എല്ലാ ഫംഗ്ഷൻസും എന്താണ്, റിലേഷൻസ് ആണ്. കാരണം ഒന്നെന്ന് പറയുന്ന ഒരു എലമെൻസിന് ഒരൊറ്റ ഇമേജ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഒരുപാട് ഇമേജസ് എന്ത് ചെയ്യാൻ ഉണ്ടാകാൻ പാടില്ല. കാരണം നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ട് റിലേഷൻ ആയിക്കോട്ടെ, നമ്മളെല്ലാം എഴുതുന്നത് ഒരു പെയറായിട്ടാണ്. അപ്പോൾ 1,1 എന്ന് എഴുതിയാൽ ഇപ്പോൾ 1ന് ഉള്ളൊരു ഇമേജ് ആണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1ന് അല്ലെങ്കിൽ ഇപ്പോൾ 1,2 എന്ന് എഴുതിയിരിക്കട്ടെ, 1,1 മനസ്സിൽ പറയുന്നില്ല, 1,2 ഇപ്പോൾ 1ൻ്റെ ഇമേജ് ആണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ 1ന് 2 എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട് എങ്കിൽ അതൊരു ഫംഗ്ഷൻ ആകണമെങ്കിൽ 1ന് പിന്നീട് ഒരിക്കലും വേറൊരു ഇമേജ് ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ 1ന് 3 എന്നൊരു ഇമേജ് ഉണ്ട് എങ്കിൽ ഇപ്പോൾ റിലേഷൻ സെറ്റിനകത്ത് 1ന് 2 എന്നൊരു ഇമേജ് ഉണ്ട്, അതുപോലെ തന്നെ 1ന് എന്തുകൊണ്ട് 3 എന്നൊരു ഇമേജ് ഉണ്ട് എങ്കിൽ അത് റിലേഷൻ ആയിരിക്കും, പക്ഷേ എന്തല്ല, ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, 1ന് എന്തുണ്ട്, 2 എന്നൊരു ഇമേജ് ഉണ്ട് എങ്കിൽ അത് മാത്രമേ കാണാൻ പാടുള്ളൂ, വേറെ ഒറ്റ ഇമേജിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈ ഗ്രാഫിനകത്ത് നോക്കിയാൽ മതി അങ്ങനെ വരുന്ന ഏതാണെന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി. സെക്കൻഡ് ഫിഗറാണ് നമ്മുടെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിയാൽ മതി, ഇവിടെ 1 എക്സിലെ പോയിൻ്റാണ്. നോക്കിയേ, ഇവിടുത്തെ പോയിന്റ് എന്ന് കിട്ടുന്നത്, ഇവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1,1 ആണ്. ഒരു പോയിന്റ് അതാണ് 1,1.
തൊട്ട് താട് നോക്കി അവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്താ 1,-1. ഇതിനർത്ഥം എന്തുവാ 1-ന് ഒരു ഇമേജ് ആണ് എന്ത് ഈ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഒരെണ്ണമായി. പിന്നെ 1-ന് വേറൊരു ഇമേജ് കൂടെ ഉണ്ട് എന്ത് -1 എന്ന് പറയുന്നത്. സോ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് റിലേഷൻ്റെ ഗ്രാഫാണ്, പക്ഷേ എന്തിൻ്റെ ഗ്രാഫ് അല്ല, ഫംഗ്ഷൻ്റെ ഗ്രാഫ് അല്ല. കാരണം ആ 1 എന്ന് പറയുന്ന ഒരു ലെറ്ററിന് അല്ലെങ്കിൽ എക്സ് ആക്സിസ് നമ്മളിപ്പോൾ ഓരോട് പറയുന്നത് ഓരോട് പേര് എഴുതാൻ നേരത്ത് ഫസ്റ്റ് വരുന്നത് എക്സും രണ്ടാമത് വരുന്നത് വൈയും അല്ലേ. അപ്പോൾ എക്സിനകത്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറിന് ഒരൊറ്റ ഇമേജ് മാത്രമേ കാണാനായിട്ട് പാടുള്ളൂ. അതാണ് അപ്പം എന്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സെക്കൻഡ് ഫിഗർ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഒരു മാർക്ക് വളരെ സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്, ഐഡന്റിഫൈ ദ സിഗ്നം ഫംഗ്ഷൻ ഫ്രം എബോവ് ഗ്രാഫ്സ്. 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കുന്നത് ആകെ 2 ഗ്രാഫിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 2 ഗ്രാഫാണ് ഉദ്ദേശിച്ച് പറഞ്ഞേക്കുന്നത്. 2 ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചേക്കുന്നത്. ബാക്കി 2 ഗ്രാഫ് വെറുതെ ഒരു ഭംഗി കൊടുത്തേക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇതിനകത്ത് സിഗ്നം ഫംഗ്ഷൻ ഏതാണ്? അപ്പം ഈ റിലേഷണൽ ഫംഗ്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്, അത് അറിയാതിരിക്കുമല്ലോ. അപ്പം അതിനകത്ത് സിഗ്നം ഫംഗ്ഷനും പോളിനോമിയൽ ഫംഗ്ഷനും ഒരുപാട് ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിഗറൊക്കെ തന്നേപ്പോണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമോ സിഗ്നം ഫംഗ്ഷൻ ഏതായിരിക്കും? ഫസ്റ്റ് ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ, സംശയമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരുന്നു? സെക്കൻഡ് ഫിഗർ ആണ് ഫംഗ്ഷൻ അല്ലാത്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയുന്നത് അത് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദ സിഗ്നം ഫംഗ്ഷൻ. ഒരു സിഗ്നം ഫംഗ്ഷനത്തിൻ്റെ അല്ലെങ്കിൽ ഈ തന്നേക്കുന്ന ഗ്രാഫിൻ്റെ എന്ത് ഡൊമൈനും റേഞ്ചും കാണണം. അപ്പോൾ ഈ പറയുന്ന ഓരോ വേരിയബിളും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച്? ഫസ്റ്റ് വൺ ഈസ് എ ഡൊമൈൻ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് എവിടം വരെ വാല്യൂസിനെ കൊടുക്കാൻ സാധിക്കുമോ അതിനെ പറയുന്ന പേരാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ആ നീ കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് എനിക്ക് കിട്ടുന്ന ഉത്തരം ഏതാണോ അതിനെ പറയുന്ന പേരാണ് എന്ത് റേഞ്ച് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മളിപ്പം ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഓർഡർ പേരിലാണ് എഴുതുന്നതെങ്കിൽ ആ ഓർഡർ പേരിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന എലമെൻസിനെ പറയുന്ന പേരാണ് ഡൊമൈൻ എന്നും വൈയുടെ സ്ഥാനത്ത് വരുന്ന എലമെൻസിനെ പറയുന്ന പേരാണ് അത് റേഞ്ച് എന്നും പറയുന്നത്. അല്ലാതെ ഒരു ഫംഗ്ഷൻ ഇക്വേഷനാണ് തരുന്നതെങ്കിൽ ആ ഇക്വേഷനകത്ത് നിനക്ക് എവിടം വരെ ഒരു വാല്യൂസിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ അത്രയും എലമെൻസിനെ പറയുന്ന പേര് ഡൊമൈൻ എന്നും നീ ആ വാല്യൂസ് എല്ലാം കൊടുക്കുമ്പോൾ നിനക്ക് എന്തൊക്കെ കിട്ടുമോ ആ ഉത്തരത്തെ പറയുന്ന പേരാണ് എന്ത് റേഞ്ച് എന്നും പറയുന്നത്. ഓക്കെ, നമുക്ക് സിഗ്നം ഫംഗ്ഷൻ നോക്കാം. സിഗ്നം ഫംഗ്ഷൻ നമ്മുടെ ഈ ഗ്രാഫ് വരുമ്പോൾ ഈ ഗ്രാഫിന് ഈ എക്സ് ആക്സിസ് കുറേ പോയിന്റ്സ് ഉണ്ട്. നമുക്കറിയാം എക്സ് ആക്സിൽ പോയിന്റ് 1, 2, 3, 4, 5 അങ്ങനെ പോയിന്റ്സ് ഉണ്ട്. ഇങ്ങോട്ട് എന്തുണ്ട്? -1, -2, -3, -4 അങ്ങനെ പോയിന്റ്സ് ഉണ്ട്. നമ്മുടെ ഈ ഗ്രാഫ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലൈൻ ഇങ്ങോട്ടും പോകണം, ഒരെണ്ണം അങ്ങോട്ടും പോകുന്നുണ്ട്. എൻ്റെ വല്ലതും ഉണ്ട്, അവിടെ പോയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൊടുക്കുന്നത് എന്തിന് പകരമായിരിക്കും? എക്സിന് പകരം കൊടുക്കുന്നത്. നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഏതായിരിക്കും? വൈ ആയിരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ കൊടുക്കുന്നതെല്ലാം എക്സിനായിരിക്കും, കിട്ടുന്ന എന്തായിരിക്കും? വൈയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ നോക്കുവാണെങ്കിൽ എക്സ് ആക്സിൽ വരുന്ന പോയിന്റ്സ് എല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത്. വൈയിൽ വരുന്ന പോയിന്റ്സ് ആണ് എന്ത്? റേഞ്ച് എന്നും പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലൈൻ ഒന്നും എൻഡ് ചെയ്യുന്നില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമല്ലേ. അപ്പോൾ നിനക്ക് എവിടം വരെ നീ കൊടുക്കുന്നുണ്ട്? -∞ തൊട്ട് +∞, ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. +∞ വരെ എന്തിനു കൊടുക്കുന്നുണ്ട്? എക്സിന് പകരം കൊടുക്കുന്നുണ്ട്. സോ അവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡൊമൈൻ ഈക്വൽ ടു -∞ to +∞ ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഡൊമൈൻ എന്തായിരിക്കും? -∞ to +∞ ആയിരിക്കും. എവിടെ കൂടെ കൊടുക്കുന്നുണ്ട്? -∞ to +∞ കൊടുക്കുന്നുണ്ട്. നീ എന്ത് കൊടുത്താലും നിനക്ക് കിട്ടുന്ന ഉത്തരം ഒന്നെങ്കിൽ 0 ആയിരിക്കാം, അല്ലെങ്കിൽ 1 ആയിരിക്കാം, അല്ലെങ്കിൽ -1 ആയിരിക്കും. ഓക്കെ, നീ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന ഉത്തരം എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ 0 ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. സോ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഞ്ച് ഈക്വൽ ടു സെറ്റ് 1, 0, -1. അപ്പോൾ ഇത്രയും കാര്യം സംശയമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ സിഗ്നം ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് എവിടെ വരെ കൊടുക്കുന്നുണ്ട്? -∞ to +∞ അപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്ലൈ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ 0 ആയിരിക്കാം കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തായാലും കിട്ടുന്നത് 1 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? -1 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. സോ 1, 0, -1 ആയിരിക്കും എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി 10ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഇതിലാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചെയ്യുന്ന വളരെ സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ പറയുന്നതാണ് പ്രൂവ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? Prove using principle of mathematical induction 7n - 3n is divisible by 4. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം നോക്കാം. 7n - 3n is divisible by 4 ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആണല്ലോ. ഓക്കെ, 7n - 3n is divisible by 4 എന്ന് എന്ത് തെളിയിക്കണം? പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ച് തെളിയിക്കണം. അതിന് മുമ്പേ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനെ കുറിച്ച് പറയാം. നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ട്രൂ ആണോ അല്ലയോ, അല്ലെങ്കിൽ ട്രൂ ആണ് എന്ന് തെളിയിക്കുകയാണ്. കൂടുതൽ ട്രൂ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ട്രൂ ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യനെ ഫസ്റ്റ് നമ്മൾ എന്തെന്ന് വിളിക്കുക? P of n എന്ന് വിളിക്കുക. തരുന്ന ക്വസ്റ്റ്യൻ എന്താണോ ആ ക്വസ്റ്റ്യൻ എന്ത് വിളിക്കുക? P of n എന്ന് വിളിക്കുക.
സെക്കൻഡ് എന്ന് പറയുന്നത് പി ഓഫ് വണ്ണിന് എന്താണെന്ന് തെളിയിക്കുക, ട്രൂ ആണെന്ന് തെളിയിക്കുക. അപ്പം അതായി ഫസ്റ്റ് പറയുന്നത് പി ഓഫ് എൻ എന്ന് വിളിക്കുക, തരുന്ന ക്വസ്റ്റ്യൻ എന്താണോ അത് എന്ത് വിളിക്കുക, പി ഓഫ് എൻ എന്ന് വിളിക്കുക. സെക്കൻഡ് വൺ പറയുന്നത് എന്താണ്, പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുക. മൂന്നാമത്തെ പറയുന്നത് ആ തരുന്ന ക്വസ്റ്റ്യൻ എന്താണോ അതങ്ങ് അസ്യൂം ചെയ്യുക, എന്തിന് ട്രൂ ആണെന്ന്, പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന് അങ്ങ് അസ്യൂം ചെയ്യുക. നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുക, ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻ എന്ത് വിളിക്കുന്നു, പി ഓഫ് എൻ എന്ന് വിളിക്കുന്നു. സെക്കൻഡ് വൺ അത് പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുന്നു. മൂന്നാമത്തെ എന്താണ്, പി ഓഫ് കെക്ക് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ലാസ്റ്റ് വൺ നമ്മൾ ഇംപ്ലൈസ് ചെയ്യുന്ന തെളിയിക്കുന്ന കാര്യമാണ് പി ഓഫ് കെ പ്ലസ് വണ്ണിന് എന്താണെന്ന് തെളിയിക്കുന്നത്, ട്രൂ ആണെന്ന് തെളിയിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ വെച്ച് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം, ട്രൂ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ തെളിയിക്കുന്ന 4 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് പി ഓഫ് എൻ ട്രൂ ആയിരിക്കണം, പി ഓഫ് എൻ നമ്മൾ എടുക്കുന്നു, പി ഓഫ് വണ്ണിന് ട്രൂ ആയിരിക്കണം, അസ്യൂം ചെയ്യുന്ന പി ഓഫ് കെക്ക് ട്രൂ ആണെന്ന്, ലാസ്റ്റ് വൺ പി ഓഫ് കെ പ്ലസ് വൺ എന്താണെന്ന് തെളിയിക്കുന്നു, ട്രൂ ആണെന്ന് തെളിയിച്ച് കൊടുക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ തെളിയിക്കാനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ക്വസ്റ്റ്യനൊക്കെ നമ്മുടെ ലെക്ചറിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള കുറേ ഇക്വേഷൻസ് കണക്കിലൊക്കെ ഉണ്ട്. എടുത്ത് നോക്കിയാൽ മതി നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷനകത്ത് ആ കണക്കിലൊക്കെ നോക്കിയാൽ മതി. നമ്മൾ അവിടെ എൻ എന്ന് പറയുന്ന നമ്പറിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കെ പ്ലസ് വൺ ട്രൂ ആയത് എന്ത് വരണം, കെ പ്ലസ് വൺ എന്ന ടേം വരണം. പക്ഷേ ഇവിടെ അങ്ങനെ കെ പ്ലസ് വൺ എന്ന ടേമിനെ കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന രീതി വേറെ ഒന്നാണ്, അത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, നോക്കാം. ഫസ്റ്റ് വൺ 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4 എന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്, പി ഓഫ് എൻ എന്ന് എടുക്കുക. പറഞ്ഞാൽ മനസ്സിൽ നന്നായിട്ട് വെക്കുക. ഫസ്റ്റ് എന്തെടുക്കണം, തരുന്ന ക്വസ്റ്റ്യൻ എന്താണോ എന്ത് വിളിക്കുക, പി ഓഫ് എൻ എന്ന് വിളിക്കുക. ഓക്കെ, തന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് വിളിച്ചു, പി ഓഫ് എൻ എന്ന് വിളിച്ചു. അപ്പോൾ പി ഓഫ് എൻ ഈക്വൽ 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. സെക്കൻഡ് വൺ എന്താണ് പറയുന്നത്, പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിക്കുക. എന്ന് വെച്ചാൽ എന്ത് കിട്ടും, ഈ എൻ സ്ഥാനത്ത് 1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 7(1 - 3(1) ഈസ് ഡിവിസിബിൾ ബൈ 4. ഓക്കെ, 7(1 - 3(1) എത്ര, 7(1) 7 ആണ്, 3(1) 3 ആണ്. അപ്പോൾ 7 - 3 എത്ര, 4 അല്ലേ വരുന്നത്. അപ്പോൾ 4 ഈസ് ഡിവിസിബിൾ ബൈ 4. 4 ഈസ് ഡിവിസിബിൾ ബൈ 4. ശരിയല്ലേ, 4 എന്ന നമ്പർ എന്തും ഡിവിസിബിൾ ആണ്, 4 ഡിവിസിബിൾ. അപ്പോൾ എന്തായി, that is P of 1 is true. അപ്പോൾ അതുമായി. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ എന്ത് വിളിച്ചു, പി ഓഫ് എൻ എന്ന് വിളിച്ചു. സെക്കൻഡ് വൺ നമ്മൾ എന്ത് ചെയ്തു, പി ഓഫ് വണ്ണിന് ട്രൂ ആണെന്ന് തെളിയിച്ചു. തേർഡ് വൺ എന്ത് ചെയ്യുക, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് അസ്യൂം ചെയ്യുക. സോ അതുകൊണ്ട് പി ഓഫ് കെ അല്ലേ, പി ഓഫ് എൻ കെ വരുമ്പോൾ എന്ത് വരും, എന്നിൻ്റെ സ്ഥാനത്തെല്ലാം കെ വരും. അപ്പോൾ എങ്ങനെ ആവും, 7(k - 3(k) is divisible by 4. Then will be equal to 7(k - 3(k) equal is divisible by 4. നമുക്ക് എന്ത് വിളിക്കാം, 4d എന്ന് വിളിക്കാം. ഓക്കെ, 7(k - 3(k) will be equal to 4d is divisible by 4. നമ്മൾ ചുരുക്കി എന്ത് വിളിച്ച് 4d എന്ന് വിളിക്കാം. നമ്മൾ എഴുതി പോയാൽ മതി. ഇനി അടുത്തത് ഇനി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതാണ്, വിച്ച് ഇംപ്ലൈസ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, പി ഓഫ് കെ പ്ലസ് വണ്ണിന് പ്രൂവ് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചെയ്ത കണക്കുകളിലെല്ലാം തന്നെ ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻ ഇതാണെങ്കിൽ, ഉദാഹരണം പറയുകയാണത് 1 + 2 + 3 + etc. + n ഈക്വൽ ടു n × n + 1 ഡിവൈഡ് ബൈ 2. ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് ഇക്വേഷൻ നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കിയാൽ മതി. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ വെച്ച് ട്രൂ ആണോ അല്ലയോ തെളിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇതൊക്കെ തന്നെയാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് പി ഓഫ് കെ പ്ലസ് വൺ എന്ന് വെച്ചാൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്തിനെ കൊണ്ടുവരികയാണെന്നാ, കെ പ്ലസ് വൺ എന്ന ടേമിനെ കൊണ്ടുവരിക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വന്നേക്കുന്ന ഡിവിസിബിൾ, മൾട്ടിപ്പിൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് മക്കളെ ചോദിക്കുന്നത് എങ്കിൽ അവർ പറഞ്ഞേക്കുന്ന ഡിവിസിബിൾ ഏതാണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യ എന്തെടുക്കുക, കോമൺ എടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയുന്നതാണ് പി ഓഫ് കെ പ്ലസ് വൺ എന്ന ടേമിന് കെക്ക് പകരം കൊണ്ടുവരികയല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏത് ടേം ആണോ ഡിവിസിബിൾ എന്നോ മൾട്ടിപ്പിൾ എന്നോ പറയുന്നത് ആ വേരിയബിൾ നമ്മൾ എന്തെടുക്കണം, കോമൺ ആയിട്ട് കൊണ്ടുവരണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പം പി ഓഫ് കെ പ്ലസ് വൺ, പി ഓഫ് കെ എന്ന് വെച്ചാൽ 7(k - 3(k) ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വൺ എന്ത് വരും, 7(k + 1 - 3(k + 1 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടിയെന്ന് പറയുന്നത് ഡിവിസിബിൾ നമ്മൾ എഴുതി വെക്കുക. നമ്മളിവിടെ ചെയ്യുന്ന രീതി അതൊന്നുമല്ല, നേരത്തെ ചെയ്ത പോലെ അല്ല. 4 ഏതാണോ ഡിവിസിബിൾ എന്നോ മൾട്ടിപ്പിൾ എന്നോ പറയുന്നത് ആ ടേമിനെ കോമൺ ആയിട്ട് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി 7(k + 1) എന്താണ്, a(m+n) എന്ന ടേം കിടക്കും. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, 7(k × 7 - 3(k × 3) എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ. 7(k + 1) എങ്ങനെ എഴുതാം, 7(k × 7 എന്നും 3(k + 1) എങ്ങനെ എഴുതാം, 3(k × 3 എന്ന് എഴുതാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടം വരെ എഴുതിയതിനു ശേഷം നമ്മൾ ആദ്യം ഒരു സാധനം ചോദിച്ചു, ഇത് കണ്ട 7(k - 3(k) ഈ ഒരു ടേം നോക്കിയാണ്, 7(k - 3(k) = 4d. അവിടെ 4 ടേം ഉണ്ട്. അപ്പോൾ ഈ ടേമിനെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കൊണ്ടുവരണം.
ഇത്ര നിങ്ങൾ ചെയ്താൽ മതി. ഫസ്റ്റ് പി ഓഫ് കെ പ്ലസ് വൺ എഴുതി സ്പ്ലിറ്റ് ചെയ്യുക ചെയ്തു. ഇനി ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു ടേമിന് ഈ സാധനം ഇത് വേണ്ട, ഈ സാധനത്തെ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും ഇതിനകത്ത് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് പോയി കിട്ടിക്കോളും. അത്രയും കാര്യം ചെയ്താൽ മാത്രം മതി. പി ഓഫ് കെ പ്ലസ് വണ്ണിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ശേഷം പി ഓഫ് കെക്കകത്ത് എഴുതി ഏത് ടേമാണോ അതിനെ എവിടെ കൊണ്ടുവരിക, ഇതിനകത്ത് കൊണ്ടുവരിക. അത് നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നോക്കി ഇവിടെ ഫസ്റ്റ് വൺ 7 റൈസ് ടു കെ ചെയ്യുക. ഇവിടെ 7 ഇൻറ്റു ഒരു 7 റൈസ് ടു കെ ഉണ്ടല്ലോ, ഇവിടെ 7 റൈസ് ടു കെ ഉണ്ട്. നമുക്ക് എന്തുകൂടെ വരണം, അതാകണമെങ്കിൽ ഒരു -3 റൈസ് ടു കെ കൂടെ വരണം. അതിന് വേണ്ടി എന്ത് കൊടുക്കുക, ഒരു -3 റൈസ് ടു കെ കൊടുക്കാം. അങ്ങനെ -3 റൈസ് കൊടുത്താൽ ഓക്കെ ആവും. എന്ത് കൊടുക്കണം, ഒരു +3 റൈസ് ടു കെ കൂടെ കൊടുക്കണം. അപ്പോൾ ഇത്ര ഓക്കെ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ. നമ്മൾ ചെയ്തെന്താണ്, വളരെ സിമ്പിളുടെ കാര്യമാണ്. -3 റൈസ് ടു കെ ഇൻറ്റു 3 ഓക്കെ ആണല്ലോ. നമ്മൾ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ ചെയ്തത്, 7 റൈസ് ടു കെ ഇൻറ്റു 7 -3 റൈസ് ടു കെ ഇൻറ്റു 3ക്കകത്ത് ഈ ടേമിനെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു 7 റൈസ് ടു കെ ഇവിടെ ഉണ്ട് കണ്ടോ. അതിന് വേണ്ടി 7 എടുത്ത് ആദ്യം എഴുതി, പ്രശ്നമില്ല. മൾട്ടിപ്ലിക്കേഷൻ ആദ്യം എഴുതി അവസാനം എല്ലാം സെയിമാണ്. ഓക്കെ, 7 എഴുതി ശേഷം 7 റൈസ് ടു കെ എഴുതി. എന്തുകൊണ്ട് പറഞ്ഞു, ഒരു -3 റൈസ് ടു കെ കൂടെ പറഞ്ഞേ, -3 റൈസ് ടു കെ കൊടുത്തു. ഇനി ഇതാകണമെങ്കിൽ -3 റൈസ് ടു കെ കൊടുത്തു. അതാകണമെങ്കിൽ -3 റൈസ് ടു കെ നമ്മൾ അധികപ്പറ്റും ആഡ് ചെയ്തേ. അപ്പോൾ എന്തും ചെയ്യണം, ഒരു +3 റൈസ് ടു കെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അത്രയും ചെയ്താൽ മതി. ബാക്കി ഈ ഉള്ള കാര്യം എഴുതി വെച്ചേക്കണം. പിന്നെ ബാക്കിലോട്ട് തന്നെ ഉള്ളൂ. വിൽ ബി ഈക്വൽ ടു 7 ഇൻറ്റു നോക്കിയേ 7 റൈസ് ടു കെ -3 റൈസ് ടു കെ അതിനകത്ത് കൊണ്ടുവന്നല്ലോ. അതിന് പകരം എന്ത് കൊടുക്കാം, നമുക്ക് 4D എന്ന് കൊടുക്കാം. അപ്പോൾ 4D പ്ലസ് 3 റൈസ് ടു കെ -3 റൈസ് ടു കെ ഇൻറ്റു 3. ഇനി 7 എടുത്ത് എന്ത് ചെയ്യുക, ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. വിൽ ബി ഈക്വൽ ടു 7 ഇൻറ്റു 4D പ്ലസ് 7 ഇൻറ്റു 3K -3K ഇൻറ്റു 3. ഓക്കെ, ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് കോമൺ എടുക്കണം. എന്താണോ ഡിവിസിബിൾ എന്ന് പറയുന്ന ടേം, ആ ടേമിനെ കോമൺ എടുത്താൽ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കുക. 7 ഇൻറ്റു 4D പ്ലസ് ഇവിടെ എന്തിനാ കോമൺ എടുക്കാം, 3 റൈസ് ടു കെ കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും, 7 - 3 എന്ന് വരും. വിൽ ബി ഈക്വൽ ടു 7 ഇൻറ്റു 4D പ്ലസ് 3 റൈസ് ടു കെ ഇൻറ്റു എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. നോക്കിയേ, രണ്ട് ടൈം എന്തിനാ കോമൺ എടുക്കാം, 4നെ കോമൺ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, 7D പ്ലസ് 3 റൈസ് ടു കെ എന്ന് വരും. ഇപ്പോൾ 4 എന്തായി, കോമൺ ആയി. അപ്പോൾ നമുക്ക് ഡിവിസിബിൾ എന്ന് പറയുന്ന നമ്പർ ഏതോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന നമ്പർ ഏതാണോ ആ നമ്പറിനെ എന്തായിട്ട് വരണം, കോമൺ ആയിട്ട് കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ എന്ത് ട്രൂ ആവത്തുള്ളൂ, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആവത്തുള്ളൂ. നമുക്ക് ഇതിലൊക്കെ എന്താണ്, പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ്. ഇപ്പോൾ എന്താകത്തുള്ളൂ, പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ഇതിന് ശേഷം എഴുതുക. ഇതിന് ശേഷം നമ്മൾ എഴുതുന്ന കാര്യമാണ്, hence by the principle of mathematical induction is true for all n element of capital N. എന്ത്, ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നത്.